സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ സ്ഥലം മേടിക്കാൻ പോകും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള മനോഹരമായ ബംഗ്ലാവിലാണ് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ വെറും ഒരു MP താമസിക്കുന്നത്. ഇവരുടെ പല ഇല്ലീഗൽ ട്രാൻസാക്ഷനും പറ്റിയ ഒരു ഹൈഡ് ഔട്ടായിട്ട് ഒരുപക്ഷെ വയനാട്ടിലെ ഈ പ്രോപ്പർട്ടി മാറിയേക്കാം. സോണിയാഗാന്ധി വയനാട്ടിൽ വരട്ടെ, വയനാട് അതോടുകൂടി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറട്ടെ കോൺഗ്രസ്സുകാർ. സോണിയാഗാന്ധി കുടുംബവും നാട് വിടുന്നോ? ശരിക്കും ഇത് ഉള്ള കാര്യമാണോ? സോണിയാഗാന്ധി നാട് വിട്ടില്ലേ? ശരിക്കും ഇറ്റലിക്കാരിയാണ്. നാട് വിട്ടിവിടെ വന്നു. ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ പേര് വന്ന ആളാണ്. പിന്നെ സോണിയാഗാന്ധിയും കുടുംബവും പലപ്പോഴായി ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങനെ പരിപാലിച്ച് വന്നിരുന്ന മണ്ഡലത്തിൽ മത്സരിച്ചവരാ. അവിടെ നിന്ന് ഓടി നാട് വിട്ട് വയനാട്ടിൽ വന്നു അല്ലേ? വയനാട്ടിൽ വന്നതുകൊണ്ട് മാത്രം പാർലമെൻറ്റിലേക്ക് എത്തി രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പിന്നെ സോണിയാഗാന്ധിക്ക് ഇന്ത്യയിൽ, സോണിയ കുടുംബത്തിന് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാ? വയനാട്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ സ്ഥലം മേടിക്കാൻ പോകും. അവരിനി ഉത്തർപ്രദേശോ ഡൽഹിയോ ഒന്നും വേണ്ട, ഇനി ഞങ്ങൾക്ക് താമസിക്കേണ്ടത് വയനാട്ടിലാണ്. വയനാട്ടിൽ 20 ഏക്കർ സ്ഥലമാണ് സോണിയാഗാന്ധി വാങ്ങാൻ പോകുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസാധാരണമായൊരു സന്ദർശനം ഉണ്ടായല്ലേ. ആദ്യം പ്രിയങ്ക വന്നു, പിന്നെ സോണിയയും രാഹുലും കൂടെ വന്നു. എന്തിനാണ് പതിവില്ലാതെ മകൾ വരുന്നു, മകൾ വന്ന് അവിടുത്തെ പാർലമെൻറ്റ് ഓണം, വിഷു, സംക്രാന്തി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ വന്ന് സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധി വന്നു. പിന്നെ അമ്മയും മകനും കൂടെ വന്നു. അപ്പോൾ ഇവർ 3 പേരും ഒരേ സമയത്ത് 3 MP മാർ. ഇന്ത്യയിലെ ഏറ്റവും ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന 3 പേരും, വേറെ ആരും ഇല്ലല്ലോ കുടുംബത്തിൽ, ഈ 3 പേരും ഒരേ സമയത്ത് വയനാട്ടിൽ വന്നത് എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് വയനാട്ടിൽ 20 ഏക്കർ സ്ഥലം വാങ്ങാനുള്ള ചർച്ചകൾ നടത്തി. ഇതിന് പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് താമരശ്ശേരി ബിഷപ്പാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ശരിയാണോ? വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്കറിയാം. വയനാട്ടിലെ കോൺഗ്രസ്സുകാർ അതിശക്തമായ പ്രതിഷേധത്തിലാണ്. കോൺഗ്രസ് സാധാരണ പ്രവർത്തനമല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സിലെ നേതാക്കന്മാർ, വയനാട്ടിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളും ചില രാജിയും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇത്തരം സന്ദർശനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നൊരാക്ഷേപം വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, അതും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഒറ്റയ്ക്കും തെറ്റയ്ക്കും അവിടെ സ്ഥലം വാങ്ങിച്ചാൽ അതേക്കുറിച്ച് ഞങ്ങൾ അറിയണ്ടേ? മാത്രമല്ല, ഞങ്ങൾ ഇത് ഏർപ്പാടാക്കി കൊടുക്കില്ലേ. 20 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല തൊട്ട് കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷൻ പോയി. അപ്പോൾ 20 ഏക്കർ സ്ഥലം സോണിയാഗാന്ധി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വേണം പറയാം, പണ്ടത്തിനെ പറയാതെ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയതാണ്. അതുകൊണ്ട് ഒരാൾക്ക് 15 ഏക്കറിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. 15 ഏക്കറിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. പക്ഷേ 15 ഏക്കറിൽ കൂടുതൽ വാങ്ങാം, അത് പ്ലാന്റേഷൻ ആണെങ്കിൽ, തോട്ടമാണെങ്കിൽ. അപ്പോൾ സോണിയാഗാന്ധി അവിടെ പ്ലാൻ ചെയ്തത് ഒരു ഫാം ഹൗസാണ്. അപ്പോൾ അവിടെ ഒരു തോട്ടം വാങ്ങുന്നു, തോട്ടത്തിൻ്റെ നടുക്കൊരു വീട് വെക്കുന്നു, യൂറോപ്യൻ മോഡലൊരു വീട്. പിന്നെ താമരശ്ശേരിയിൽ ബിഷപ്പ് അടുത്തുള്ളതുകൊണ്ട് അവിടെ പോയി വേണ്ട കുർബാന കൈക്കൊള്ളുകയും വേണം, ചെയ്യാം. ഇപ്പം നമ്പർ 10 ജൻപത്തിലൊരു പള്ളിയുണ്ട്. അതെ, സർക്കാർ കൊടുത്തിരിക്കുന്ന ബംഗ്ലാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള മനോഹരമായ ബംഗ്ലാവിലാണ് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ വെറും ഒരു MP താമസിക്കുന്നത്. പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാളും വലിയ ഭൂമിയുള്ള വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻ്റെ ആരോഗ്യം പോരാ എന്ന് പറഞ്ഞ ആയമ്മ രാജ്യസഭാ ഇലക്ഷനിൽ മത്സരിച്ച് അവിടെ എത്തിയത്. കാരണം എന്തെങ്കിലും സോണിയാഗാന്ധി അവിടെ നിന്ന് ഇറക്കേണ്ടി വന്നത്, ഏതെങ്കിലും കാരണവശാൽ സോണിയാഗാന്ധി MP അല്ലാതായി കഴിയുമ്പോൾ നമ്പർ 10 ജൻപതിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വലിയ കലാപമായിരിക്കും. കാരണം ഈ രാജ്യം ഭരിക്കാൻ ജനിച്ച രാജകുടുംബമാണല്ലോ, അവിടേക്ക് വന്ന വിദേശ മരുമകളാണല്ലോ, രാജ്യത്തിൻ്റെ ഭാഗതയും അവർക്കാണ്. അപ്പോൾ ഡൽഹിയിൽ ഈ സോണിയയ്ക്ക്, പ്രിയങ്കയ്ക്ക്, രാഹുലിന് 3 പേർക്ക് ദില്ലിയിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള 3 ഔദ്യോഗിക മന്ദിരങ്ങൾ സർക്കാരിൻ്റെ ഉണ്ട്. എൻ്റെയും പ്രിയൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും കാശാണ്. അതുകൂടാതെ ഇപ്പോൾ ഇവർ വയനാട്ടിൽ 20 ഏക്കർ സ്ഥലം വാങ്ങുന്നു. ഒന്നെങ്കിൽ ഫാം ഹൗസായിട്ട് പ്ലാന്റേഷൻ വാങ്ങും, അതല്ലെങ്കിൽ 3 പേരുടെ പേരിൽ 5 ഏക്കർ വെച്ച് 6 ഏക്കറോ 7 ഏക്കർ വീതം വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ വാങ്ങി അവിടെ ഫാം ഹൗസിൽ ഉണ്ടാക്കി അവിടെ താമസിക്കുക. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയിലെ മറ്റൊരിടവും വേണ്ട എന്ന് വെച്ച് വയനാട്ടിലേക്ക് വരുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഭൂമിയുടെ വിലയാണ്. കേരളത്തിൽ താരതമ്യേന ഭൂമിക്ക് വില കുറവായിരിക്കും. ഇപ്പോൾ ഈ 20 ഏക്കർ സ്ഥലം ഡൽഹിയിലോ UP യിലോ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയാവും.
അതും ഇതുപോലത്തെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, വയനാട് പോലെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കിയാൽ തണുത്ത കാലാവസ്ഥ വിദേശത്തു നിന്നുള്ള തണുത്ത കാലാവസ്ഥ എന്ന് എടുത്തു പറഞ്ഞാൽ എന്താ, അവർക്ക് അതല്ലേ പറ്റുള്ളൂ. ഇന്ത്യയിലെ കാലാവസ്ഥ പറ്റില്ല. വിദേശത്തു നിന്നുള്ള ഒരുപാട് അതിഥികളൊക്കെ വരും, അവരെയൊക്കെ സുഖവാസ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കാം, അവിടെ ആദിവാസികളുടെ ഗോത്ര കലാരൂപങ്ങളൊക്കെ കാണിക്കാം. ഇങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ടാവുക. അത് മാത്രമല്ല, കേരളത്തോടുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ, സോണിയാഗാന്ധി കുടുംബത്തിന്, നെഹ്റു കുടുംബത്തിന് ഈ കേരളത്തോടുള്ള മലയാളികളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ വന്ന് കേരളത്തിൽ തന്നെ അവർ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരിക്കും ഒരു നറേറ്റീവ് ഉണ്ടാകുമ്പോൾ. അതൊന്നുമല്ല, മറ്റു പലയിടത്തുമാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോകും. ഇവരുടെ പല ഇല്ലീഗൽ ട്രാൻസാക്ഷനും പറ്റിയ ഒരു ഹൈഡ് ഔട്ടായിട്ട് ഒരുപക്ഷെ വയനാട്ടിലെ ഈ പ്രോപ്പർട്ടി മാറിയേക്കാം. കാരണം ഇവരുടെ ട്രാൻസാക്ഷൻസൊക്കെ എന്തെങ്കിലും പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ അനിയത്തിയുടെ വിഗ്രഹ കച്ചവടം മുതൽ ഇപ്പോൾ എവിടെ പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി? കൊളംബിയയ്ക്ക് പോവുകയാണ്. കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ ഒരു ഡ്രഗ് കാർട്ടലിൻ്റെ മകളാണ് ജോനിത്ത എന്ന് പറയുന്ന സ്ത്രീ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണെന്നുള്ള അലിഗേഷനൊക്കെ ഉണ്ട്. 2 മക്കളൊക്കെ ഉണ്ടെന്നുള്ളത് കുറേ കാലമായി പ്രചരിക്കുന്നതാണ്. പലയിടത്തും പോയി വിയറ്റ്നാമിൽ പോയപ്പോൾ പോലും ആ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ മലേഷ്യയിൽ പോയപ്പോൾ ലങ്കാവി ഐലൻഡിലാണ് ചുറ്റിക്കറങ്ങിയത്. അവിടെയും ഈ പറയുന്ന ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും CRPFൻ്റെ സെക്യൂരിറ്റിക്ക് ഒഴിവാക്കിയാണ് പോയത്. ഏതായാലും വയനാട്ടിലേക്ക് ഇവർ വരുന്നു, സകുടുംബം അവരവിടെ വസ്തു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുകയാണ്. ഏതായാലും കേരളത്തിൽ, പ്രത്യേകിച്ച് വയനാട് പോലെയൊരു സ്ഥലത്ത് മുസ്ലിം ലീഗിൻ്റെ ചിറകിലേറി മാത്രമേ പാർലമെൻറ്റ് കാണാൻ കഴിയൂ നെഹ്റു കുടുംബത്തിലെ ഏറ്റവും പുതിയ തലമുറയ്ക്ക്, ഇളം തലമുറയ്ക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് പരിപാടിയിൽ പ്രിയങ്കയുടെ മകനെയും മകളെയും കാണിച്ചായിരുന്നു കേട്ടോ. അടുത്ത തലമുറയെ കൂടെ രംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യക്കാരുടെ ഒരു ഭാഗ്യയെ ഒരു രാജകുടുംബത്തിൽ നിന്ന് അടുത്ത ജനറേഷനെ വയനാട്ടിൽ വേദിയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ദാ ഞങ്ങളുടെ മക്കൾ നിങ്ങളെ സേവിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ വയനാടെന്ന് പറയുന്നത് ഇവരുടെ പരമ്പരാഗത റായ്ബറേലി പോലെ ഒക്കെ, അമേഠി പോലെ, അമേഠിയൊക്കെ കയ്യിൽ നിന്ന് പോയതാണ്. അതുപോലെ ഇനി ഞങ്ങളുടെ ഒരു പരമ്പരാഗത സീറ്റാണ് വയനാടെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ മാത്രമാണ് ഈ സോണിയ കുടുംബത്തിന്, നെഹ്റു കുടുംബത്തിന്, ഗാന്ധി കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ആദരവും പരിഗണനയും കിട്ടുന്നത്. കാരണം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ക്രൈസ്തവ സഭ, പിന്നെ മുസ്ലിം ലീഗ്, ഇവർ 2 കൂട്ടരും അന്ധമായി പിന്തുണയ്ക്കുന്ന, ഇവർ വന്നാൽ ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ക്രൈസ്തവ രാജ്യം, രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടും അബ്രഹാമിൻ്റെ സന്തതികളാണ്, അല്ലേ? സഹോദര പ്രസ്ഥാനങ്ങളാണ്. എല്ലാം ഒരുപോലെ തന്നെ. 2 കൂട്ടരും വിഗ്രഹാരാധനയൊക്കെ എതിർക്കുന്നവരാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ വലിയ വിഗ്രഹാരാധന ക്രൈസ്തവർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അന്യമതസ്ഥരോടൊക്കെ ഉള്ള ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ഇതര മത തോടുള്ള സമീപനങ്ങളിൽ ഈ പറയുന്ന ഒരേ തരത്തിലുള്ള നിലപാടുകൾ 2 മതങ്ങൾക്കും ഉണ്ട്. ഇവർ തമ്മിൽ ഒരു സഹോദര പോരാണുള്ളത്. എന്തൊക്കെയാണെങ്കിലും സോണിയാഗാന്ധിയും കുടുംബവും ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ഒരു പുതിയ വാർത്തയാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്പെക്കുലേഷനാണ്, ഊഹമാണെന്നൊക്കെ പറയും. പക്ഷേ വളരെ കൃത്യമാണ്, അവർ ഇത്തവണ വയനാട്ടിൽ വന്നിരിക്കുന്നത് ജനങ്ങളെ കാണാനൊന്നുമല്ല, അവർക്കൊരു ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. ആ ഭൂമി കച്ചവടത്തിൻ്റെ ഡീലൊക്കെ നടന്നിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ അവിടുത്തെ ബിഷപ്പിനെ അടക്കമുള്ളവരെ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ പോയി. അവിടെ പോയി ഇവർ സംസാരിച്ച ഭാഷ എന്തെന്നറിയോ? ഇറ്റാലിയൻ ഭാഷയിലാണ് സംസാരിച്ചത്. കൂടെ പോയ കോൺഗ്രസ്സുകാരെല്ലാം കണ്ടുപിടിച്ച് വായി പൊളിച്ചത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ബിഷപ്പ് അടക്കമുള്ള ആളുകളോട് സോണിയാഗാന്ധി ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിച്ചു? ബിഷപ്പ് ഇറ്റാലിയൻ അറിയാം, പിന്നെ എല്ലാ ബിഷപ്പുമാർക്കും ഇറ്റലി അറിയാം, ഇറ്റാലിയൻ ഭാഷ അറിയാം, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ അവിടുത്തെ ബിഷപ്പിന്. അപ്പോൾ ഏതായാലും വളരെ ദുരൂഹമായ ഒരിടപാട് വയനാട്ടിൽ ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ ഇനി ജീവിക്കാൻ കൊള്ളാവുന്ന ഏക സ്ഥലം അന്തംഗമ്മികളും ഇസ്ലാമിസ്റ്റുകളും വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു ഭാവി ഇസ്ലാമിക ക്രൈസ്തവ സഖ്യത്തിൻ്റെ ഒരു അനുരണനം കൂടി കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സോണിയാഗാന്ധി വയനാട്ടിൽ വരട്ടെ. വയനാട് അതോടുകൂടി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറട്ടെ കോൺഗ്രസ്സുകാർ.